ഹായ് ഫ്രണ്ട്സ്, ട്രെയിൻ ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുത്തുവിടാൻ പാകത്തിനുള്ളൊരു റൈസാണ്. അപ്പോൾ അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും ആ ഒരു എണ്ണയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നിലക്കടലയും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കണ്ടിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇതേപോലെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവേ. അതിന് ശേഷം വേണം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ. ഒരു നാരങ്ങയുടെ നീരാണ്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 80% കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. നമുക്ക് ബിരിയാണി റൈസ് ഏത് റൈസ് വെച്ചിട്ടും ഈ ഒരു ലെമൺ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊന്നും ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കില്ലേ, ചെറിയ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഊറ്റിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ റൈസ് റെഡിയാക്കി എടുത്തിരുന്നാൽ മതിയെ. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ. ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലെമൺ റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.